പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് അനുപ്രിയ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 5 2025. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2019 നേഴ്സിംഗ് കഴിഞ്ഞതാണ്. അപ്പം തൊട്ട് OET ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കൊന്തചൊല്ലി പ്രാർത്ഥിച്ച് നേടിയതാണ് നേഴ്സിംഗ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. OET ഞാൻ 6 പ്രാവശ്യം എഴുതിയിട്ടാണ് എനിക്ക് കിട്ടിയത്. 2 പ്രാവശ്യം എഴുതി കിട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് എന്നോട് ആൻറ്റി പറഞ്ഞു കൃപാസനത്തിൽ വരണമെന്ന്. അപ്പോൾ വരാൻ പറ്റിയില്ല. ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് അതിനും കിട്ടിയില്ല. 4ാമത്തെ പ്രാവശ്യം ഞാൻ മാവേലിക്കരയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിച്ചു. അപ്പം എല്ലാവരും കൃപാസനത്തിലെ പ്രാർത്ഥനകളും എല്ലാം ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എക്സാമിന് മുമ്പ് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ കിട്ടി. അത് 2022 ഡിസംബറിൽ ഞാൻ പരീക്ഷ എഴുതി. ആ പരീക്ഷയിൽ എനിക്ക് 2 സബ്ജക്റ്റ് കിട്ടി. റൈറ്റിങ്ങിന് എനിക്ക് അത്യാവശ്യം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എക്സാം പേപ്പർ കിട്ടിയപാടെ ഞാൻ എഴുതാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് 10 മിനിറ്റ് മുമ്പ് ഞാൻ എഴുതി കഴിഞ്ഞ് പേപ്പർ നോക്കുമ്പോഴാണ് എഴുതിയത് മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയത്. ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ മാറ്റി എഴുതി. ദൈവസഹായത്താൽ എനിക്കതിനെ B കിട്ടി. സ്പീക്കിങ്ങും എനിക്ക് പേടിയായിരുന്നു. സ്പീക്കിങ്ങിനും എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. ഇൻവിജിലേറ്റർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്കത് B കിട്ടി. അതിന് 2നും ഞാൻ എക്സാമിന് പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കഴുത്തിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഇട്ടിട്ടാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിന് ന്യൂസിലൻഡിന് ക്ലബ്ബിംഗ് സ്കോർ പറ്റുമെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ന്യൂസിലൻഡിന് ക്ലബ്ബിംഗ് വെച്ചു. എനിക്ക് 2 സബ്ജക്റ്റേ കിട്ടിയുള്ളൂ. എന്നാലും 2 സബ്ജക്റ്റ് വെച്ചിട്ട് എനിക്ക് എഴുതി കിട്ടും, മാതാവുണ്ട് എന്ന മാതാവ് എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ന്യൂസിലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 2 എക്സാം എഴുതി. അതിനെനിക്ക് റീഡിങ് കിട്ടി. റീഡിങ് എനിക്ക് A പാർട്ട് പൊതുവേ ഒന്നും കിട്ടാത്തതാണ്. പക്ഷേ എനിക്ക് 20 പെട്ടെന്ന് തന്നെ കിട്ടി. കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ബാക്കി B പാർട്ടും C പാർട്ടും അതിനെനിക്ക് റീഡിങ്ങിന് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ എഴുതി ലിസണിങ്. അങ്ങനെ 6 പ്രാവശ്യം എഴുതി OET കംപ്ലീറ്റ് ചെയ്തു. OET കിട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് കോൺഫിഡൻസ് ആയി. എൻ്റെ രീതിയിലാണ് കിട്ടിയെന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പി. പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പപ്പ പറയുമായിരുന്നു എന്നോട് എപ്പോഴും, നീ മാതാവിൻ്റെ കാലെ പിടിച്ചുകൊണ്ടാണ് നിനക്ക് OET കിട്ടിയതെന്ന്. പിന്നെ ഇപ്പോൾ എന്താ മാതാവിന് വേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു എപ്പോഴും. ന്യൂസിലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് DL ഞാൻ കൊടുക്കുന്ന സമയം വരെ 2 ആഴ്ച കൊണ്ടിരിക്കുന്ന DL ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 മാസമായി. 3 മാസം കഴിഞ്ഞ് 1 ഇയർ എടുത്തു എനിക്ക് പ്രോസസ്സിങ് കഴിഞ്ഞ് ഞാൻ പോയി. 2024 ഏപ്രിൽ ഞാൻ ന്യൂസിലൻഡിന് പോയി. ന്യൂസിലൻഡിന് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, കസിൻ ചേച്ചിയുടെ അടുത്ത് പോയി. മെയിലായിരുന്നു എനിക്ക് ക്ലാസ്. ക്യാപ്പ് പ്ലസ് ഓസ്കി 15 ദിവസത്തെ ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് എയർപോർട്ടിൽ എല്ലാവരും കൂടെ ചെല്ലുമ്പോഴാണ് അവർക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നീ പുതിയതാണോ വേറെ എവിടുന്നെങ്കിലും വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് അവർക്ക് 2 മാസമായിട്ട് ഓസ്കിയുടെ ക്ലാസ് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. പിന്നെ എനിക്കവർ കോച്ചിങ് തന്നു, പേഴ്സണലായിട്ട് തന്നു. പക്ഷേ ആ മാഡം എനിക്ക് പറഞ്ഞു, നിനക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഓസ്കി ഫസ്റ്റ് അറ്റംപ്റ്റിൽ, 2ാമത്തെ അറ്റംപ്റ്റിൽ നോക്കാം, നീ എന്തായാലും പോയി എഴുതുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ലൈറ്റിൽ ക്യാൻഡി പ്രയറിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒറ്റ സഹായത്താൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓസ്കി പാസ്സാവാൻ സാധിച്ചു. 3 പ്രാവശ്യം എഴുതി. 2-3 മാസമായിട്ട് ട്രെയിൻ ചെയ്തവർക്ക് കിട്ടാത്ത ഇത് എനിക്ക് കിട്ടി. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്തിലാണ്. പിന്നെ ഞാനത് 9 മാസം അവിടെ നിന്നു. ന്യൂസിലൻഡിൽ ജോലി കിട്ടിയില്ല. അവിടെ ചെന്നപ്പം ന്യൂസിലൻഡിൽ ക്രൈസിസ് ആയതുകൊണ്ട് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നു കൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് 9 മാസം. ജനുവരി വന്നു. പിന്നെ അവിടെ നിന്ന സമയത്ത് പള്ളിയിൽ എന്നും പോകുമായിരുന്നു. എൻ്റെ കൂടെ അവിടെ ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്നൊരു സാക്ഷ്യം പറഞ്ഞ ചേച്ചിയാണ്. ഞാനും ചേച്ചി എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾക്ക് പത്രങ്ങളൊന്നും കിട്ടില്ലായിരുന്നു അവിടെ. അത് കാരണം ഞങ്ങൾ മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് പുറകിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങളവിടെ ഉള്ളവർക്കെല്ലാം പള്ളിയിൽ പോകുന്ന എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അവരോട് ഇത് കൂടുതൽ പറഞ്ഞറിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞാൻ ജനുവരി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിലെവിടെയും കയറാൻ നോക്കിയിട്ട് എവിടെയും കിട്ടുന്നില്ലായിരുന്നു. 1 ഇയർ ഗ്യാപ്പായെന്നും പറഞ്ഞിട്ട് പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കണ്ണൂരിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഡെയിലി വേജിന് കിട്ടി. അതിനിടയ്ക്ക് എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒക്കെ റിജക്ഷൻ ആയിരുന്നു വരുന്നത്. ന്യൂസിലൻഡിനായാലും ഓസ്ട്രേലിയക്കായാലും ചെയ്യുന്നുണ്ടായിരുന്നു. ഏപ്രിൽ അവസാനം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 2 ഇൻ്റർവ്യൂ കിട്ടി സെപ്പറേറ്റ്. ഒരു ഇൻ്റർവ്യൂ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. 2ാമത്തെ ഇൻ്റർവ്യൂ അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ അവർക്ക് ഓവർസീസ് എംപ്ലോയീസിനെ എടുക്കാൻ താല്പര്യമില്ല, ഓസ്ട്രേലിയയിലുള്ളവർ എടുക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. ഞാനത് ഉപേക്ഷിച്ചിട്ടതാണ്. പിന്നെ ഞാൻ കൊന്ത ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഞാൻ എൻ്റെ ജോലിക്ക് പോകുമ്പോഴും
ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും കൊന്ത ചെല്ലുമായിരുന്നു, പേഴ്സണലായിട്ട് കൊന്ത ചെല്ലുമായിരുന്നു. സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല, ഒരിക്കലും മുടക്കിയിട്ടില്ല. പള്ളിയിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകുമായിരുന്നു, ഇട ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും മുടക്കിയിട്ടില്ല. അങ്ങനെ എനിക്ക് എപ്പോഴും മനസ്സിൽ 7/15 എന്നുള്ളൊരു ഡേറ്റ് വരുമായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് സങ്കടമായിരുന്നു. എല്ലാവരും ചോദിക്കുന്നു, നാട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കുന്നു, ഒന്നും ആയില്ലേ, എല്ലായിടത്തും കാണുന്നുണ്ട്, ഓസ്ട്രേലിയക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ന്യൂസിലൻഡിൽ പോയിട്ട് വന്ന നേഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാൻ കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാവരും ന്യൂസിലൊന്നും കാണുന്ന പോലെയൊന്നും അല്ല, കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഇപ്പോഴും കുറേ പേര് കിട്ടാനായിട്ട് ഇരിപ്പുണ്ട്. എന്തോ എനിക്ക് ജൂലൈ 15 ഞാൻ ഡേറ്റ് കണ്ട പോലെ എനിക്കെന്തോ ഒരു 11 മണിയായപ്പോൾ ഒരു മെസ്സേജ് വന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ. എനിക്ക് നിങ്ങളുടെ ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ട്, നീ അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ആണ്. പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ ഫാസ്റ്റായിരുന്നു. ഞാൻ ഒക്ടോബർ 9 പോവുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് വിസ വന്നില്ലായിരുന്നു. വിസ വരാത്തതുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയാൻ പറ്റില്ല. ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നതിൻ്റെ അന്ന് രാവിലെ എനിക്ക് വിസ വന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാനും 1000 നന്ദി. ഞാനിപ്പോൾ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഗവൺമെൻറ് കോളേജിലായത് കൊണ്ട് തന്നെ ഇനി കൂടുതൽ പാവങ്ങളെ സഹായിക്കാനും ഫുഡ് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനിയും എൻ്റെ കൂടെ മാതാവിനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒക്ടോബർ 9 പോവാണെന്ന് പറഞ്ഞു. മാതാവും തിരുക്കുമാരനും ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. 1 തെസ്സലോനിക്ക 5:24 നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അനുപ്രിയ ജോസഫ് എന്ന ഈ മകൾ തൻ്റെ വിദേശ രാജ്യത്തിലുള്ള ജോലിയും പഠനവും സംബന്ധിച്ചുള്ള സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. അത് മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടി ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾ നമുക്ക് കാണാനാവും. വളരെ ആഗ്രഹത്തോടെ കുടുംബത്തിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് മകൾ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത്. മകൾ പറഞ്ഞു, OET പരീക്ഷ ഒത്തിരി തവണ എഴുതി, ഓരോ മൊഡ്യൂളും കിട്ടാതെ ക്ലേശിച്ച് ഓരോന്ന് കിട്ടി. അങ്ങനെ വല്ലാത്തൊരു കഷ്ടതയിലാണ് ശരിക്കും OET 6 തവണ 7 തവണ എഴുതിയിട്ട് എല്ലാം കൂടി ഒന്ന് ശരിയാക്കി എടുക്കുന്നത്. അത് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ കിട്ടിയതാണെന്ന് ആദ്യം തോന്നിയെങ്കിലും പിന്നീട് കഴിവ് കൊണ്ട് കിട്ടി എന്നാണ് കരുതി തുടങ്ങുന്നത്. മകൾ അത് തന്നെയാണ് പറയുന്നത്. അത് വീട്ടിൽ അപ്പൻ പറയുന്നുണ്ട്, അമ്മ മാതാവ് സഹായിച്ച് നീ ഇത് വിജയിച്ചെടുത്തിട്ട് നീ ഇപ്പോഴെന്തിനാ ഉടമ്പടി ഉഴപ്പുന്നേ? പള്ളി പോകാത്തതെന്താ? പ്രാർത്ഥിക്കാത്തതെന്താ? മാതാവിനെ നീ വിട്ടുകളഞ്ഞതെന്താ എന്ന് വീടിനകത്ത് ചോദിക്കുന്നത് മകൾ തന്നെ ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നുണ്ട്. ഇത് ഉടമ്പടി ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്ന വലിയൊരു അപകടമാണ്. ജോസഫച്ചൻ നമ്മോട് പറയും ഉടമ്പടി ധ്യാനത്തിൽ, ഉടമ്പടി എടുക്കുന്നവർക്ക് എപ്പോഴും ഇൻസെൻറ്റീവ് അമ്മ മാതാവ് കൊടുക്കാറുണ്ട്. ആ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നാം എഴുതിയിടുന്ന നിയോഗത്തിൻ്റെ ഒരെണ്ണം ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ചു പോലും തുടങ്ങുന്നതിന് മുമ്പ് വേഗത്തിൽ തന്നെ നമുക്കത് അനുവദിച്ച് കിട്ടും. അപ്പോൾ നമ്മളവർക്ക് കാര്യങ്ങളെല്ലാം ശരിയായി. അപ്പോൾ കഷ്ടപ്പെട്ട് ഉപവസിച്ചില്ലെങ്കിലും, പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി പത്രങ്ങൾ കൊടുത്തില്ലെങ്കിലും, കാരുണ്യപ്രവൃത്തി ചെയ്തില്ലെങ്കിലും, ഉടമ്പടി പേപ്പറിലെഴുതി മാതാവിൻ്റെ നടയിൽ ഇട്ടത് കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്നാണ്. അതങ്ങനെയല്ല. നമ്മളിതിൻ്റെ പേര് മരിയൻ ഉടമ്പടി എന്നാണ്. ഉടമ്പടിക്ക് ജോസഫച്ചൻ എപ്പോഴും നമുക്കറിയാമല്ലെങ്കിലും എപ്പോഴും നമ്മോട് പറയും 2 വ്യക്തികളുണ്ട്. ഈ 2 വ്യക്തികളുടെയും പരസ്പരമുള്ള ഉത്തരവാദിത്വത്തിലാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്, കാര്യങ്ങൾ ഫലമണിയുന്നത്. അതുകൊണ്ട് നമ്മൾ അമ്മ മാതാവിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ മാതാവ് നമുക്ക് തരാനുള്ള കാര്യങ്ങൾക്ക് വിശ്വസ്തയോടുകൂടി കൃത്യമായി കൂടെ നിൽക്കും. നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈശോയുടെ അരികിലേക്ക് ഇത് നിരന്തരം കൊടുത്തോണ്ടിരിക്കും. ദേ കണ്ടല്ലോ, ഇത്ര ദൂരെ നിന്ന് ഒരാൾ വന്ന് എന്നെ കണ്ട് ഇത് പറഞ്ഞിട്ട് പോയി, എനിക്കിത് ചെയ്തു കൊടുത്തേ പറ്റൂ, അതുകൊണ്ട് സഹായിക്കണമെന്ന് ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈശോയോട് ഇതിങ്ങനെ ഓരോരുത്തരെ പറ്റിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരികെ അമ്മ മാതാവ് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും വളന വഴിക്ക് പോകുന്നതായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതൊന്നും ഉപേക്ഷിക്കാത്തത് കൊണ്ട് മാതാവ് ആദ്യം പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഉടമ്പടിയിൽ കിട്ടിയെന്ന് വരും, പിന്നീട് കിട്ടാൻ ഇത്തിരി പ്രയാസപ്പെടും. കാരണം ഒന്ന് ഉരുകാതെ, ഒന്ന് ഉടയാതെ, ഒന്ന് തിരികെ വന്ന് ദൈവനാമത്തിൽ ഒന്ന് സ്വയം സമർപ്പിക്കാതെ, ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിച്ചെടുക്കാതെ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ക്ലേശമുണ്ടാവും. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ പലപ്പോഴും ആദ്യത്തെ 1-2 അനുഭവങ്ങൾ കിട്ടുന്നവർക്ക് പിന്നീട് കിട്ടുവാനായിട്ട് ഏറെ നാൾ ഒരു താമസവും
ക്ലേശവും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് പറയാറുള്ളത്. മകളെ അച്ഛൻ കുറ്റപ്പെടുത്തിയതല്ല, മകളത് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് ഉടമ്പടിയിൽ ഇങ്ങനെയൊരു ഡിലേമ, ഒരു ചിലപ്പോഴുണ്ടാകുന്ന വിഷമസന്ധി വരാറുണ്ടെന്ന് സൂചിപ്പിച്ചതാണ്. മകൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ, എന്നാൽ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോകുമ്പോൾ മകൾക്ക് അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ വരുന്നുമുണ്ട്. തന്നെ തെറ്റിദ്ധരിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി, അതുകൊണ്ട് ഇനി വീണ്ടും ഉടമ്പടിയിലാണ് ശരണം, അമ്മ മാതാവിൻ്റെ കൃപയിലാണ് എൻ്റെ കഴിവിനപ്പുറം എന്നെ സഹായിക്കുവാൻ സാധിക്കുകയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മകൾ വന്ന് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ട് മകൾ പോകുമ്പോൾ വളരെ വേഗത്തിൽ മകൾക്ക് ന്യൂസിലൻഡിലേക്ക് പോകുവാൻ പറ്റുന്നു. അവിടെയുള്ളവർ 2-3 മാസം പഠിച്ച കോഴ്സ് ഏതാണ്ട് 10 ദിവസം മാത്രം അറ്റൻഡ് ചെയ്തപ്പോൾ ഇതൊന്നും അറിയാതെ എല്ലാവരും 10 ദിവസം അറ്റൻഡ് ചെയ്തു എന്ന് മകൾ ആദ്യം കരുതി. പിന്നീട് ഓരോരുത്തരും താൻ പുതിയതാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് നാളായെന്ന് മകൾ മനസ്സിലാക്കുന്നത് പോലും. പക്ഷേ അത്രയും നാൾ അവർ പഠിച്ചതുപോലും 10 ദിവസത്തിനുള്ളിൽ മകൾക്കത് ഇണക്കി കൊടുക്കുകയും മകളെഴുതിയ പരീക്ഷ ആദ്യ ചാൻസിൽ തന്നെ വിജയിപ്പിച്ച് കൊടുക്കുകയും ചെയ്തത് അമ്മയോട് മകൾ പുലർത്തിയ തുടർച്ചയായ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതത്തിൻ്റെയും സാക്ഷ്യമായിട്ട് തന്നെ മകൾ പറയുന്നുണ്ട്. കാരണം അവിടെ ചെന്നിട്ട് ഒരിക്കലും ഞാൻ കുർബാന മുടക്കിയില്ല, ഒരിക്കലും ഞാൻ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയില്ല, അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു, ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് പരീക്ഷയ്ക്ക് പോയത്. ഓരോ കാര്യവും വെളിപ്പെടുത്തുന്നത് അമ്മയിൽ ആശ്രയിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അമ്മ തിരികെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ ദൂരീകരിച്ച് ജീവിതം എളുപ്പമാക്കി തരുന്നുവെന്ന്. അവിടെ വീണ്ടും ഏറെ ക്രൈസിസ് ഉള്ളത് കൊണ്ട് കുറേ നാൾ നിന്നിട്ട് മകൾ തിരികെ പോകുന്നു. ഇനി ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ ജോലിക്കുള്ള സാധ്യതയുണ്ട്, ഓഫർ ലെറ്റർ കിട്ടണം. അതാണ് മകൾ പിന്നീട് പറയുന്ന ഉടമ്പടി സാക്ഷ്യം. നാട്ടിലേക്ക് വരുമ്പോൾ ഉടമ്പടി ജീവിതത്തിന് ഉലച്ചിലൊന്നുമില്ല, വൃത്തിയോടെ വിശ്വസ്തയോടെ മകൾ ജീവിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ മകൾക്ക് ഒരു കാര്യം ശക്തമായ അമ്മ മാതാവ് സന്ദേശം കൊടുക്കുന്നുണ്ട്, 715. ഇതെന്താണെന്ന് മകൾക്ക് മനസ്സിലാകുന്നില്ല. 715 എന്ന കൃത്യമായൊരു സന്ദേശം മകൾക്ക് കിട്ടിപ്പോകുന്നുണ്ട്. മകൾ പറഞ്ഞു, എൻ്റെ ഓസ്ട്രേലിയൻ ഓഫർ ലെറ്ററിന് വേണ്ടിയുള്ള പ്രോസസ്സ് തുടങ്ങിയ ദിവസം ജൂലൈ മാസം 15-ാം തീയതിയായിരുന്നു. അമ്മ ഒരു സന്ദേശം കൊടുത്തു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇന്ന് മകൾ ജോലിക്ക് പോകുന്നിടത്തേക്കുള്ള ആ വഴി തുറക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അമ്മയെ കാണുമ്പോൾ അമ്മ നമ്മളെ കാണുന്നു, നമ്മുടെ നിയോഗം അറിയുന്നു, അത് എങ്ങനെ പരിണമിക്കും, അവസാനിക്കുന്നുവെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മകൾ പറയുന്നു, ആ 715 എനിക്കമ്മ മാതാവിൻ്റെ നിയോഗമാണെന്ന് മനസ്സിലാക്കി ജൂലൈ 15-ന് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങി. ഇപ്പോൾ ഓസ്ട്രേലിയ ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു നൽകിയെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആണെങ്കിൽ, നേരെ ചൊവ്വേ നടക്കുന്നവരാണെങ്കിൽ അമ്മ മാതാവ് കൈപിടിച്ച് എല്ലാ ക്ലേശങ്ങളിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും. വിദേശത്ത്, പ്രത്യേകിച്ച് ന്യൂസിലൻഡിൽ ഏറെ ക്ലേശമുള്ള കാലമാണ്. ഓസ്ട്രേലിയയിലും ക്ലേശം കൂടി വരുന്ന നാളുകളാണ്. പക്ഷെ ഉടമ്പടിയിലുള്ള മക്കൾ ഈ അൾത്താരയിൽ പറയും, എൻ്റെ കൂടെയുള്ളവർക്ക് പോകാൻ പറ്റാത്തപ്പോഴും ഏറെ നാളായി പരിശ്രമിക്കുന്നവർക്ക് കാര്യം നടക്കാതിരിക്കുമ്പോഴും എൻ്റെ വഴി ഒരിക്കലും അടഞ്ഞു പോകുന്നില്ല. എനിക്കെപ്പോഴും അമ്മ മാതാവ് നേരെ മുന്നോട്ട് പോകുവാൻ വഴി തുറന്ന് ആ നിയോഗം സാധിച്ചു തരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ജീവിതം ശുഭകരമാക്കുന്നതാണ് മരിയൻ ഉടമ്പടി. ക്ലേശകാലം അല്പം കിട്ടിയാലും അതിൻ്റെ അവസാന നന്മ അത് അനുഗ്രഹമായിരിക്കും. അതിലേക്കാണ് അമ്മ ഉരുക്കി വാർത്ത് ദൈവത്തിന് സ്വന്തമാക്കി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മളിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മളെ ലോകത്തിലേക്ക് വിടുന്നത്. ജോലി തരുവാൻ വേണ്ടിയല്ല ശരിക്കും നമ്മളെ ഓസ്ട്രേലിയയിലേക്കും ലോകത്തിൻ്റെ അതിർത്തികളിലേക്കും വിടുന്നത്. അവൻ്റെ സുവിശേഷത്തിന് വെളിച്ചമാകാൻ വേണ്ടിയാണ്, അവനെക്കുറിച്ച് ധൈര്യത്തോടെ പറയുവാൻ വേണ്ടിയാണ്, അവൻ്റെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഓർക്കണമേ, ജോലി കിട്ടി ജർമ്മനി പോകുന്നു, ജോലി കിട്ടി ന്യൂസിലൻഡിൽ പോകുന്നു, ജോലി കിട്ടി അമേരിക്കയിൽ പോകുന്നു, നിയോഗം സാധിച്ചു, മാതാവിന് നന്ദി എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. മറിച്ച് പോകുന്നിടത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ക്രിസ്തുവിനെ കൈമാറുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ അനസ്യൂതം മുന്നേറുമ്പോഴാണ് ഈ മരിയൻ പ്രത്യക്ഷീകരണം ലോകത്തിലേക്ക് കൈമാറപ്പെടുക. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് മാതാവിനോട് നമ്മൾ നന്ദിയുള്ളവരായി ജീവിക്കുന്നവരാവുക.
അതിനുവേണ്ടി എപ്പോഴും നമ്മുടെ ഉള്ളിൽ ശ്രദ്ധയുണ്ടാവണം. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.